നിറച്ച് ഗ്യാപ്പ് ഉണ്ട്. മതി മതി മതി. ഇനി ഇപ്പുറത്ത് മുക്കി അടിക്കേ. ഓക്കെ. അമ്മേനെ അച്ഛനെ കുറച്ച് നീങ്ങിയിരുന്ന് വരച്ചോ. എത്തുള്ളല്ലോ ഉള്ളക്ക്. ഉടുപ്പിലാക്കല്ലേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ ദാറ്റ്സ് ദ പോയിന്റ്. നമ്മള് ഇങ്ങനെയല്ലല്ലോ നിക്കുന്നത്. നമ്മളിങ്ങനെയല്ലേ നിക്കണേ. കണ്ടുപിടിച്ചു. മാറിക്ക് കാണിച്ചു കൊടുക്കട്ടെ അവർക്ക്. ഞാൻ വരച്ചു വന്നപ്പോ അതേ ചാലച്ചാപ്പിളി നിക്കണത് ഇതിങ്ങനെയാണ് ഗൈസ്. പക്ഷേ കാശിക്കുട്ടൻ ചാലച്ചാപ്പിളി നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ നിക്കണേ? അമ്മ വരച്ചപ്പോ അങ്ങനെ ആയിപ്പോയി. പൊന്നെ ഒരു മിസ്റ്റേക്ക് പറ്റിയ അമ്മ ക്ഷമിക്കുവോ? എന്താണ് ഏട്ടൻ കൊണ്ടുവന്നത്? എനിക്കൊരു വടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വടി കിട്ടിയ സന്തോഷത്തിൽ ഞാൻ താക്കോൽ എടുക്കാൻ മറന്നുപോയി. സോ ഗൈസ്, നമുക്ക് ഇന്ന് കിട്ടിയേക്കുന്ന സാധനം ഈ ഒരു വടി. അപ്പൂപ്പന്മാരൊക്കെ കുതിർന്ന് നടക്കണാണ്. ഞാൻ ഇവിടുത്തെ ആരുടെയെങ്കിലും ആയിരിക്കും. ഇതുകൊണ്ട് എന്താ ഇപ്പൊ ചെയ്യണേ? തലേന്നൊന്നും കത്തള്ള. സോ നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ കത്തണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. സോ ഗൈസ്, ഏട്ടൻ എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നു. നമുക്ക് കിട്ടിയ ഈ കോലി ഈ ചുമരമ വെക്കാമെന്ന്. അപ്പോൾ ഞാൻ ഈ ചുമരമയ്ക്ക് ഒരു ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാർലി ചാപ്ലിൻ്റെ ഔട്ട്ലൈനാണ് വരച്ചെടുത്തേക്കണേ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫേസ് അതിൻ്റെ ഒരു മേലൊക്കെ ചുമരിലേക്ക് വരച്ചെടുക്കുന്നത്. അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട് ഗൈസ്. ചാർലി ചാപ്ലിന് കുറച്ച് നീളം കൂടിപ്പോയി. പിന്നെ പൊക്കം കുറച്ചും കൂടെ അധികം കൂടിപ്പോട്ടോ. ആൾക്ക് അത്രയും പൊക്കമൊന്നുമില്ല. പക്ഷെ എൻ്റെ പൊക്കത്തിന് വരച്ചാൽ മതിയായിരുന്നു. ഞാൻ കുറച്ച് പൊക്കം നീട്ടി അങ്ങോട്ട് വരച്ചു പോയി. സോ അത് പറ്റി കഴിഞ്ഞപ്പോൾ ചാലച്ചാപ്പിന് കുറച്ച് നീളം കൂടി പോട്ടോ. പിന്നെ മുഖത്തിനും ചെറുതായിട്ട് എന്തൊക്കെയോ മിസ്റ്റേക്സ് ഉണ്ട്. പക്ഷെ ഞാൻ എന്തൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചു. ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. സോ അപ്പോൾ നമ്മൾ വരച്ച ആദ്യം പെൻസിലും കൂടി ഒരു ഔട്ട്ലൈനൊക്കെ ആദ്യം വരച്ച് വെച്ചു. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാശിക്കുട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വന്നിട്ട് പെയിൻ്റ് അടിക്കാനൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ ഔട്ട്ലൈൻ വരച്ചത് ഞാൻ ആദ്യം തന്നെ ഒരു സ്റ്റെൻസിൽ ക്രിയേറ്റ് ചെയ്തു ചാർലി ചാപ്ലിൻ്റെ. എന്നിട്ട് അത് പ്രിൻ്റ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നോക്കി കണ്ട എൻ്റെ കയ്യിൽ ഇരിക്കാനുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് വരച്ചെടുത്തത്. പിന്നെ മേലൊക്കെ എൻ്റെ പോലെ എൻ്റെ ഇഷ്ടത്തിനോട് വരച്ചു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നീളം കൂടിപ്പോയത്. അത്രയും നീളം വേണ്ടായിരുന്നു ശരിക്കും. പിന്നെ ഞാൻ ബ്ലാക്ക് കളർ പെയിൻറ്റാണ് കൊടുത്തേനെ കേട്ടോ. അപ്പോൾ നീളത്തിലൊക്കെ ദൂരെ നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ എങ്കിൽ നേരിട്ട് കാണുമ്പോൾ ചാർലി ചാപ്ലിൻ ഇതൊരു പൊക്കോന്ന് തോന്നിപ്പോട്ടോ. അപ്പോൾ ഒത്തിരി പേര് കഴിഞ്ഞ ദിവസം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ചാർലി ചാപ്ലിൻ്റെ പാൻറ്റിന് കുറച്ചും കൂടിയും വലിപ്പം വേണമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇത്രയും പൊക്കം വേണ്ടായിരുന്നു പറഞ്ഞിട്ട് ഒരാളിങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് രാത്രി കണ്ടാൽ പേടിക്കൂല എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. മുക്കി അടിക്കേ. അപ്പോൾ കാശിക്കുട്ടിൻ്റെ ഇരുന്ന് നന്നായിട്ട് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കേണ്ട. ഞാൻ ഫില്ല് ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ ഗ്യാപ്പൊക്കെ നോക്കിയിട്ടാണ് ആശാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് പെയിൻ്റ് എടുത്ത് കൊടുത്തിട്ടുള്ളൂ. ഇല്ല ഇവനല്ലെങ്കിൽ മൊത്തം ഇവിടെ കമത്തോട്ടോ. സോ ഞാൻ ഫില്ല് ചെയ്യാത്ത വശത്ത് കുറച്ച് കളറ് ഫുള്ളാവാനുള്ള സ്ഥലത്തൊക്കെ വീണ്ടും അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് കൊടുത്തില്ലെങ്കിൽ അവൻ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ പിന്നെ കൊടുത്താണ്ടിരിക്കാൻ വഴിയില്ലല്ലോ. അപ്പോൾ അവനതൊക്കെ ആസ്വദിച്ചിരുന്ന് ചെയ്യേണ്ട. അവൻ ആദ്യമായിട്ടാണ് ചുമരിൽ വരക്കുന്നത്. ഇതിനു മുമ്പ് പെയിൻറ്റ് വെച്ച് ചുമരിലൊന്നും വരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ പെയിൻറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി കലക്കി കൊടുത്തിട്ടുണ്ട്. അവൻ ബാക്കിയുള്ള സ്ഥലം കൂടി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ച് സൈഡിലായിട്ട് കൊണ്ടുപോകണ്ട കേട്ടോ. താഴെ വൈറ്റ് ഗ്യാപ്പ് കണ്ടോ? അവിടെ ഓക്കെ. അതിനകത്ത് മാത്രം അടിച്ചോ, നീറ്റി അടിച്ചോ. അങ്ങനെ താശി വരച്ചാണ് വരച്ചോ. ചാർലി ചാപ്ലിന്റെ താശീനെ വരച്ച വരച്ചോളൂ.
നിറച്ച് ഗ്യാപ്പ് ഉണ്ട്. മതി മതി മതി. ഇനി ഇപ്പുറത്ത് അമ്മേനെ അച്ഛനെ കുറച്ച് നീങ്ങിയിരുന്ന് വരച്ചോ. എത്തുള്ളല്ലോ ഉള്ളക്ക്. ഉടുപ്പിലാക്കല്ലേട്ടാ. അവിടെയൊക്കെ ആക്കല്ലേ കണ്ടതേ. ഇവിടെയൊക്കെ ആക്കി. ഇനി കാലിച്ചിരി വലുതാക്കട്ടെ അമ്മ. വളഞ്ഞേക്കണോലോ കാല്. പാൻ്റല്ലേ, കുഴപ്പമില്ല. കുറച്ച് ഉള്ളിക്കൊന്നും വന്നാൽ കുഴപ്പമില്ല. അങ്ങനെയാണോ ബ്രഷ് പിടിക്കാൻ പറഞ്ഞത് അമ്മ? അങ്ങനെയാണോ? ഇങ്ങനെ 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 പിടിക്കുക. കൈയാട്ടമ്മ വെച്ചുതരാം. കയ്യിൽ വെച്ചുതരാം ബ്രഷ്. ഇങ്ങനെ വിട്. കയ്യിൽ വെച്ചുതരാം അമ്മ. ഇങ്ങനെ അങ്ങനെ വരച്ചോ. ഉള്ളിൽ മാത്രം അതിൻ്റെ ഉള്ളിൽ വരക്കരുത്. ഇതിനകത്ത് ഇതിനുള്ളിൽ വരച്ചാൽ മതി. ഉള്ളിൽ ഫില്ലാകണം കേട്ടോ. പുറത്ത് കളയരുതേ. യെസ് യെസ്. അങ്ങനെ കാശിക്കുട്ടനെ ഇവിടെ ചാർലിൻ ചാപ്ലിന്റെ പടം വരച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. ഒഴുകി പോണണ്ടാ. ഇഷ്ടായോ പെയിന്റ് അടിച്ചിട്ട്? ഇതാരാ ഇത്? ഇങ്ങോട്ട് നോക്കി പറഞ്ഞത് ആരാ? ചാർലിൻ ചാപ്ലിനാണോ? കാശിക്ക് ഇഷ്ടാണോ? കാശിനെ ചാർലിൻ ചാപ്ലിൻ ആക്കി തരാം കേട്ടാ. നമുക്ക് ഇതൊക്കെ കൂടി ശരിയാക്കട്ടെ. വണ്ടി പോണ ഒച്ചയാണ് ഗൈസ്. റോട്ടി കൂടി തല നിവർത്തി കാണട്ടെ പെയിന്റ് അടിക്കണത്. ഷൂ ഫില്ല് ചെയ്താ അവിടെ. വെരി ഗുഡ്. ഇനി അമ്മ വേറെ ഫില്ല് ചെയ്യാൻ തരാം. കാശി ഫില്ല് ചെയ്യണേ. ഷൂ വരക്കട്ടെ. ഉള്ളില് കാശി ഫില്ല് ചെയ്താൽ മതി. ഓക്കെ. കാശിക്ക് ഫില്ല് ചെയ്യണ്ടേ? കാശി ഇതിന്റെ ഉള്ളിൽ വെള്ളയുടെ ഉള്ളിൽ ഫില്ല് ചെയ്തോ. വെള്ളതെ ഈ പട ഇവിടെ ഇവിടെ ഇതിനകത്ത് ഇതിനുള്ളിൽ. പുറത്ത് കളയരുതട്ടാ. കാശി പുസ്തകത്തിലൊന്നും പെയിന്റ് അടിച്ചിട്ട് എപ്പോഴും പുറത്തുകളയാറുണ്ട്. പക്ഷെ മതിലാണ് ഞാൻ തന്നേക്കണേ. ഇതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് അടിക്കണം കേട്ടാ. പുറത്ത് കളയരുതേ. അങ്ങനെയാണോ ബ്രഷ് പിടിക്കണേ? അങ്ങനെ. വെരി ഗുഡ്. പുറത്ത് കളയല്ലേട്ടാ. ഓ ചമ്രം മടിഞ്ഞിരിക്കുക. ഇതാരാ വരക്കണേ കാശി? എത്ര പൊക്കം മതിയാ? ചാർലിൻ ചാപ്ലിൻ എങ്ങനെയാ അഭിനയിക്കണേ അറിഞ്ഞൂടെ? ഇഷ്ടായോ? അവരോട് പറ ഇഷ്ടായിന്ന്. അച്ഛയോ? ഇത് അച്ഛന്റെ പോലെ ഉണ്ടെന്ന് ഗൈസ്. എന്റെ ഏട്ടൻ ഇങ്ങനെയാണോ? അല്ലല്ലോ, അച്ഛന് താടിയൊക്കെ ഉണ്ടല്ലോ. അച്ഛാണോ? നോക്കി ശരിക്കും ഒന്ന് മുഖം. എങ്ങനെ നോക്കണ അച്ഛനെ ശരിക്കും? ഇങ്ങനെയാണ് അച്ഛനെ നോക്കണേ? അച്ഛനാണോ? അപ്പൊ താടി എവിടെ? മുകളിലാ? ഇതാണ് അച്ഛന്റെ താടി. അച്ഛന്റെ താടി ഇവിടെ നിനക്ക് തിരിച്ചെടുത്ത് ഇവിടെ വെക്കാം. അച്ഛന്റെ മീശ എവിടെ? ഇത് ഇച്ചിരി കാട്ടിയല്ലോ. അച്ഛന്റെ മീശ ഇങ്ങനെയാണാ ഗൈസ്? എന്റെ കെട്ടിയൻ ഇതാണെന്നാണ് ഇവര് പറയുന്നത്. ഷെയ്ബൻ പറയണത്. ഇതൊന്നല്ല എന്റെ കെട്ടിയൻ. എന്റെ കെട്ടിയൻ ജോലിക്ക് പോയിരുന്നു. ഇതെന്റെ കെട്ടിയൊന്നുമല്ല. എന്ത് കേറോന്ന് അറിയില്ല. ആണി കേറോന്ന് അറിയില്ല അല്ലേ? ഓക്കെ, നമുക്കത് അടിക്കാം. അറിയില്ല. പറ്റുമോ? നമുക്കത് ആണിതാ. ആണി പറഞ്ഞേക്കാം അവരോട് ഉണ്ടെന്ന്. സൂചി പോലത്തെ ആണിയാണ് ഗൈസ്. നമുക്കതാ പിടിച്ചോ. അങ്ങനെ. അയ്യോ നാളെ നോക്കട്ടെ. ഡ്രില്ലർ അടിച്ച കാശിക്ക് പേടിയാണ്. ഇവിടെ പിടിപ്പിക്കാം. ഇവിടെ പിടിപ്പിക്കാം.
അത്ര റിയലിസ്റ്റിക് ആയിട്ട് അടിക്കാൻ എനിക്ക് അറിയില്ല വരക്കാൻ. സോ ഇത് പിടിച്ചേ നമ്മളൊരു നമ്മള് കൈ ആദ്യം വരച്ച് ശരിയായിട്ടില്ല. ഞാൻ അതിനകത്ത് എക്സ്പേർട്ട് അല്ല. അനുമോളുടെ അടുത്തുനിന്ന് ചോദിക്കണം. അനുമോള് വരക്കാനൊക്കെ അറിയാം. സോ ഞാനത് സെർച്ച് ചെയ്തൊന്നുമില്ല. ഇങ്ങനെ കൈ വരക്കാൻ പഠിച്ചില്ല. സോ നമ്മളിത് അടിച്ച് കയറ്റാൻ പോവാണ്. തൽക്കാലം ഒരു സെറ്റപ്പിന് വേണ്ടി വെക്കാൻ. ചുറ്റിയൊക്കെ നമ്മൾ ആണി അടിച്ച് കയറ്റിട്ടുണ്ട്. ഓടുന്നുണ്ടാ വടി എടുത്തുണ്ടോ? അതായത് ചവിണ്ട ഉണ്ടാകൊണ്ടതാ ആണി അടിച്ച് കയറ്റിട്ടുണ്ട് കൈൻ്റെ താഴെ. ആ ദാശ നോക്കിട്ടോ. തൂക്കിട്ടോ ചാർലി ചാപ്ലിന്റെ വടി തൂക്കിട്ടോ. ഇനി കൈ കൂടി നമ്മൾ വരക്കാണ്ട്. കൈ ഫുൾ ആയിട്ടില്ല. കൈ കൂടി ഒന്ന് വരക്കട്ടെ. കാച്ചിക്കുട്ടി വടി ഒന്ന് പിടിച്ച തൽക്കാലം ഇതൊന്ന് വരച്ചോട്ടെ അമ്മ. കൈ നമ്മള് കൈ ഇങ്ങനെ വിരലിങ്ങനെ തൂക്കിടണോലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഗ്ലൗസ് ഒക്കെ ഇട്ടണോലാക്കി തന്നെ ഞങ്ങള്. ഓക്കെ ഓക്കെ ഡൺ. നീ തൂക്കിക്കോ. കാശിയാണ് തൂക്കാൻ പോണേ. തൂക്കിക്കോ. അപ്പൊ ഇതാണ് നമ്മുടെ ദാറ്റ്സ് ദ പോയിന്റ്. നമ്മള് ഇങ്ങനെ അല്ലല്ലോ നിക്കുന്നത്. നമ്മൾ ഇങ്ങനെയല്ലേ നിക്കണേ. കണ്ടുപിടിച്ചു. മാറിക്ക് കാണിച്ചു കൊടുക്കട്ടെ അവർക്ക്. ഞാൻ വരച്ച് വന്നപ്പോഴേ ചാർലി ചാപ്ലിൻ നിക്കണത് ഇതിങ്ങനെയാണ് ഗൈസ്. പക്ഷേ കാശിക്കുട്ടൻ ചാർലി ചാപ്ലിൻ നോക്കിയിട്ട് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു ഇതെന്താ ഇങ്ങനെ നിക്കണേ. അമ്മ വരച്ചപ്പോ അങ്ങനെ ആയിപ്പോയി. പൊന്നെ ഒരു മിസ്റ്റേക്ക് പറ്റിയ അമ്മ ക്ഷമിക്കുവോ? തിരിക്കാൻ പറ്റൂല. ഇനി ഇതിപ്പോ വരച്ചോയില്ലേ. കമ്പി വെച്ച് വളക്കാനൊന്നും പറ്റൂല. ഇത് വരച്ചോയില്ലേ. മനുഷ്യനല്ലല്ലോ, പടമല്ലേ, ശരിക്കും ഒറിജിനൽ അല്ലല്ലോ. ക്ഷമിക്കുവോ? ഇനി വരക്കുമ്പോ നമുക്ക് നേരെ വെക്കാം. അയാൾ അങ്ങനെ നടക്കുള്ളൂ. ഇങ്ങനെ നടക്കണം അയാള്. അതുകൊണ്ട് അമ്മ അങ്ങനെ വരച്ചത് കേട്ടാ. കാശിക്കൂടം കണ്ടിട്ടുള്ള ചാർലി ചാപ്ലിനെ. അതുകൊണ്ടാ പുള്ളക്ക് മനസ്സിലാവുന്നത്. അല്ലാണ്ട് ഞാൻ വരച്ചിൽ തെറ്റൊന്നുമില്ല അല്ലേ. നേരെ നടക്കണത്. എല്ലാരും നേരെ നടക്കണം. പക്ഷെ ചാർലി ചാപ്ലിൻ നടക്കണത് ഇങ്ങനെ കണ്ടാ. അതാണ് അമ്മ അങ്ങനെ വരച്ചത്. എന്റെ പേരെന്താ? ചാർലിൻ ചാപ്ലിൻ. ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. അവരോട് പറഞ്ഞു കൊടുക്ക്. ചാർലി ചാപ്ലിൻ കഴിഞ്ഞു. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം കൂടി ഒന്ന് പറഞ്ഞു. അല്ല അത് അടിക്കണം. അതിന് മുമ്പ് അതൊന്ന് പറയ്. എന്തിനാ ലൈക്കും സബും ചെയ്യണത്? ഇത് ഉണ്ടാക്കിയാലും ലൈക്കും സപ്പൊക്കെ തന്നെ. ഇഷ്ടപ്പെട്ടോന്ന് നോക്കിക്കേ. കാശിക്കുട്ടന് അടുത്ത ദിവസം പുതിയ പെയിന്റ് അടിക്കുന്നതായിരിക്കും. അത് തന്നെ. ഓക്കെ പറയും. ജിയോ മച്ചൻ മറ്റേ ഇങ്ങനെ സൈനിങ് ഓഫ് പറഞ്ഞിട്ട് പറ. ഓഫ്. കാശി പെയിന്റ് ഒക്കെ കുറച്ചുള്ളൂ. ഞങ്ങള് വരച്ച് കഴിഞ്ഞപ്പോഴേക്കും താഴെ കുറച്ച് പെയിന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ ഞങ്ങളത് രണ്ടുപേരും കൂടി ഉറച്ച് കളയാൻ പോവാണേ. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മൾ താഴെ കുറച്ച് ഇലയും മണ്ണൊക്കെ ഇതുപോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ചെന്ന് നോക്ക്. സോ ബൈ 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 ഗൈസ്. ടാറ്റ ബൈ ബൈ. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വർക്ക് കണ്ടോ? 3D ദേന ഒരു വർക്ക്. ഇത് നമ്മള് പറക്കിയത്. ദേന ഒരു വർക്ക് സൈഡില്. ഓക്കെ ശരി. ബൈ 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 ബൈ. ഞാൻ കാശി ബൈ പറയാം. ടാറ്റാ. പിടിപ്പിച്ചിട്ടുള്ള ചെടി മരത്തിലുള്ള നമ്മള് ഇന്നലെ വച്ചതാണട്ടാ ഇതുണ്ടായത്. കണ്ടു ഗൈസ്. എന്താണാവോ. ശരി അപ്പൊ ബൈ ബൈ.